പാലക്കാട് പുത്തൂർ റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട് ഒരു ഭംഗിയുള്ള ഒരു കഫേ. നിറയെ പൂക്കൾ ബോഗപ്പില്ല എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത നല്ല ഒരു കുട്ടി ബിൽഡിംഗ്. പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു, പക്ഷേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ ഓപ്പണായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എത്താനും പോകാൻ വിചാരിച്ചു. ഇത് വരുന്നത് പുത്തൂർ റോഡിലാണ്. SBI ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ഒരു മൂസ് കഫേ. ഇപ്പോൾ തന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ ഇവിടെയാണ് ബാങ്കിൽ പോകാറുണ്ട്, കൂടാതെ വേറെ ഓരോ ആവശ്യങ്ങൾക്കും ഈ റോട്ടിൽ കൂടെയാണ് പോകാറുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ മൂസി കയറണം എന്ന് ആഗ്രഹിച്ച് ഇന്ന് മൂവി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങളിവിടെ കയറുന്നത്. സോ വി ആർ ഓപ്പൺ എന്നിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. ഇതാണ് മൂസ് കഫേ. ബാങ്കിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇത്, അതും ഈവനിങ് വ്യൂ. ഇതാണ് പുത്തൂർ റോഡ്. ഈ ലൈനിൽ തന്നെ ഒരുപാട് കുട്ടി നല്ല കൗണ്ടേഴ്സ് ഉണ്ട്. അതായത് ബൺ മസ്ക, പിന്നെ ടീ, ഷുഗർ കെയിൻ, ഇളനീർ ജ്യൂസ്, അങ്ങനെയുള്ളതെല്ലാം ലൈനിൽ തന്നെ ഉണ്ടെങ്കിലും ഈ ഒരു മൂസ് കഫേ തല പൊക്കി നല്ല ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തുള്ള ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. മെനു ആണെങ്കിൽ അതിനപ്പുറം ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഡെസേർട്ട്, ഫ്രാപ്പേഴ്സ്, മോക്ടെയിൽസ്, ഹോട്ട് ബീവറേജസ്, അതിൽ ലാറ്റെ വരുന്നുണ്ട്, കപ്പുച്ചിനോ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് കോഫീസൊക്കെ വരുന്നുണ്ട്. കൂടാതെ പിസ്സ, പാസ്ത, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കപ്പുച്ചിനോയാണ്. കപ്പുച്ചിനോ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർഡർ ചെയ്തൊരു ലാറ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു. ലാറ്റെ വരാൻ കുറച്ച് നേരം വൈകി. ഇത് വാട്ടർ ബോട്ടിലാണ്. ഇതുപോലും എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നറിയോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഐറിഷ് ലാറ്റയാണ്. ഇത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ഇത് മോർ ദാൻ ഇനഫ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. 2 പേർക്ക് കുടിക്കാം. പിന്നെ കോഫി ലവറൊക്കെ ആണെങ്കിൽ ഓക്കെ, മുഴുവനും കുടിക്കാൻ പറ്റും. പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഐസ് ടീ ആയിരുന്നു, മിൻറ്റ് ഐസ് ടീ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. സർവീസ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എൻ്റെ ലാറ്റെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഷുഗർ ഉണ്ടായിരുന്നില്ല. അത് ഷുഗർ ഞാൻ സെപ്പറേറ്റ് വാങ്ങി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുടിച്ചത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടിയത്. പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ്. കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസിൽ ഒരു ഐറ്റത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇത് ബീഫ് ബർഗറാണ്. ഇതിൻ്റെ സോസ് അടിപൊളിയായിരുന്നു. ബീഫ് ഞാൻ കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കഴിച്ചവർ പറഞ്ഞു നല്ല സോഫ്റ്റ് ബീഫായിരുന്നു അതിനകത്ത് വെച്ചത്. കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ട് കട്ടായി വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കഴിച്ചവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളൊരു സീസർ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഓർഡർ വന്നപ്പോൾ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് കട്ടാവുന്നില്ല, റബ്ബറിഷ് ഫീലിംഗ് ആയിരുന്നു. അതവിടെയുള്ള മാനേജറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം മാറ്റിക്കൊണ്ട് തന്നു. സെക്കൻഡ് ടൈമും സെയിം പ്രോബ്ലം, ബട്ട് ദേ അഡ്മിറ്റ് ദെയർ മിസ്റ്റേക്ക്. ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ടൈം കുറഞ്ഞു പോയി, അപ്പോഴേക്കും എടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് മാനേജർ പറഞ്ഞത്. 2 പ്രാവശ്യം ഫ്ലോപ്പായി, 2 പ്രാവശ്യം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഇതാണ് സീസർ സാലഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത് നല്ലൊരു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഫില്ലിങ്ങും ആയിരുന്നു വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്. ലാസ്റ്റ് ബില്ല് വന്നപ്പോൾ അവർ സീസർ സാലഡ് ഞങ്ങൾ 2 പ്രാവശ്യം ഓർഡർ ചെയ്തത് അവർ ബില്ലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കഴിച്ച സാധനങ്ങളുടെ മാത്രമേ അവർ ബില്ലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു സർവീസായിരുന്നു. നന്നായിട്ട് അവർ ഞങ്ങൾ പറയുന്നത് അഡ്മിറ്റും ചെയ്തു. ഇങ്ങനെ കസ്റ്റമേഴ്സായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് വിചാരിച്ചാൽ മാത്രമേ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് പോകുള്ളൂ അല്ലേ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്വീറ്റ് പൊട്ടാറ്റോ വിത്ത് ചിക്കൻ ബ്രസ്റ്റ് ബേക്ക്ഡ് ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഇത് നല്ല അടിപൊളിയായിരുന്നു. ചിക്കൻ വലിയ കുഴപ്പമില്ല, പക്ഷേ പൊതുവേ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ബേക്ക് ചെയ്യുമ്പോൾ അവരത് പുറത്തേക്ക് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ആ ടൈമിങ്ങിൽ വരുന്ന പ്രോബ്ലമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ വേണമല്ലോ. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായ ആ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടണം, ആ ടേസ്റ്റ് കിട്ടണം. അത് അവർ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സോ ഇതാണ് ബില്ല് വരുന്നത് 2212. നമ്മുടെ രാജ്യത്തെ ഭക്ഷണമല്ലല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി എക്സ്പെൻസീവായിട്ട് തോന്നിയേക്കാം. ഇതാണ് അവിടുത്തെ ആംബിയൻസ്. അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ബോഗൺവില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബോഗൺവില്ലയുടെ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഗാർഡനാണ് കേട്ടോ. അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോഷൂട്ട് സമ്മതിക്കുള്ളൂ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റി വന്നിട്ട് കഴിച്ചോ നിങ്ങൾ എന്ന് ചോദിക്കും. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓടിച്ച് വിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു, നിങ്ങൾ കഴിച്ചിട്ട് പോകുന്ന വഴിയാണോ ഫോട്ടോ എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത്ര നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഗാർഡൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.